എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ മൂവിങ് ആനിമേഷൻ സ്റ്റിക്കേഴ്സ് നമ്മൾ വാട്സപ്പിൽ ഓരോരുത്തർ അയച്ചു തരുന്ന നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ അടിപൊളി മൂവിങ് ആനിമേഷൻ സ്റ്റിക്കർ ഉണ്ടാകാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ആവശ്യം ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതങ്ങ് നമുക്ക് ഡൗൺലോഡാക്കി എടുക്കാം. രണ്ടാമതായിട്ട് ആവശ്യമായി സ്റ്റിക്കർ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഒരു താടിക്കാരൻ്റെയാണ് ഫ്രണ്ടിലത്തെ പിക്ക്. അതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും. ഇതും കൂടി നമുക്കങ്ങ് ഡൗൺലോഡാക്കി അതിന് ശേഷം നമ്മൾ ഇൻഷോട്ട് തുറന്നിട്ട് അതിൽ വീഡിയോസ് എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്യണം. വീഡിയോസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഫയൽ അലോ ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ആക്കാനുള്ള ഫോട്ടോയോ വീഡിയോയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കർ അടിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ള സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എടുത്ത പിക്കുകൾ ക്രോപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൻ്റെ ലോഗോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആര് ഇൻഷോട്ട് ഉപയോഗിച്ചാലും ചെറിയൊരു ടിപ്പാണ്. ഇൻഷോട്ട് ബഗ്ഗിങ് എന്ന് തന്നെ പറയാം. ഇൻഷോട്ടിൽ ആ വാട്ടർ മാർക്ക് ഉണ്ട് ഇൻഷോട്ട് എന്ന് എഴുതിയിരിക്കണം. അത് കളയാനുള്ള ചെറിയൊരു ടിപ്പാണ്. അത് നൈസായിട്ട് ഇൻഷോട്ടിൽ ക്ലോസ് അടിക്കണം. എന്നിട്ട് റിമൂവ് ഫ്രീ ആടെന്ന് കൊടുക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ അതിൽ തൊട്ടതിന് ശേഷം ഒട്ടും തന്നെ ഫോണിലെ ഇൻ്റർനെറ്റ് നമുക്ക് നൈസായിട്ടൊന്ന് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഓൺ ദി സ്പോട്ടിൽ തന്നെ ഓൺ ആക്കണം. അപ്പം നമുക്ക് നൈസായിട്ട് സ്കിപ്പായി കിട്ടണതാണ്. ഞാൻ ഇതാ ജസ്റ്റ് 2-3 ചെറിയ എഫക്റ്റൊക്കെ ഇട്ട് ഫിൽറ്റർ ഇട്ടതിന് ശേഷം വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ്. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 5 സെക്കൻഡിന് താഴെ പാടത്തുള്ളൂ വീഡിയോ. അത്രയുള്ള സെക്കൻഡിലുള്ളത് മാത്രമേ നമുക്ക് സ്റ്റിക്കറാക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്കതങ്ങ് കൺവേർട്ട് ചെയ്തെടുക്കാം. മേളിൽ സേവ് കൊടുത്ത് സേവാക്കി എടുക്കാം. ഈ ഫയൽ സേവ് ആയതിനു ശേഷമാണ് അടുത്ത നമ്മുടെ മെയിൻ പരിപാടി. ഇതാണ് ഞാൻ അടിച്ച വീഡിയോ. വളരെ സെക്കൻഡ് കുറച്ച് വളരെ സമയപ്രദമായി ചെറുതായിട്ട് അടിച്ച വീഡിയോ ആണ്. അതിന് ശേഷം രണ്ടാമത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. സ്റ്റിക്കർ മേക്കർ അതിൽ പ്ലസ് ചിഹ്നത്തിൽ തൊടണം. താഴത്ത് അതിൽ ആനിമേറ്റഡ് കൊടുക്കണം. നോർമൽ കൊടുക്കരുത്, ആനിമേറ്റഡ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കണ ഫയൽ അലോ ചെയ്യണം. അതിന് ശേഷം നമ്മൾ വീഡിയോ അടിച്ചല്ലോ ആ ഒരു ഫയൽ സെലക്ട് ചെയ്യണം. ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കിൾ കൊടുക്കുക, സർക്കിളെങ്കിൽ സർക്കിൾ, സ്ക്വയറെങ്കിൽ സ്ക്വയർ. ഞാൻ ഇപ്പോൾ സ്ക്വയറിലാണ് സെലക്ട് ചെയ്യണത്. അതിന് ശേഷം മേളിലത്തെ സേവ് ക്ലിക്ക് ചെയ്യണം. സേവ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം ഇങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ആയി പറഞ്ഞാൽ അതിൽ സേവ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യണം. സേവ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിലാണെങ്കിൽ മൂന്നാമത് വന്ന ഫയലാണിത്. ഇതിൽ ആഡ് ടു വാട്സപ്പ് കൊടുത്താൽ മതി. നമ്മുടെ സ്റ്റിക്കർ ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ആഡായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് വാട്സപ്പ് എടുത്ത് നോക്കാം. അപ്പം ഗൈസ് നമ്മുടെ സ്റ്റിക്കർ വാട്സപ്പിൽ ആഡ് ടു ഇത് സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇൻ്റർനെറ്റ് സ്ലോ ആയിരുന്നുകൊണ്ട് എനിക്ക് ലോഡിങ് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതെനിക്ക് വന്നിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്. സീനില്ല, ബഗ്ഗിങ്ങാണ്. ഇത്രയേ ഉള്ളൂ. നൈസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കർ അടിച്ചെടുക്കാം. ഇനി ആരെങ്കിലും ഒക്കെ അടിച്ച് സ്റ്റിക്കർ ഉപയോഗിക്കേണ്ട നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അടിച്ചിറക്കാം. ഫ്രണ്ട്സിനൊക്കെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് അടിച്ചിറക്കാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ